ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ ഓറക്കൽ ഡെക്ക് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നേ. എന്താണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്നാണ് നോക്കുന്നേ. നോക്കാം. ആദ്യത്തെ കാർഡ് നീഡ്സ് ടെൻഡിങ് എന്നാണ്. പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട് എന്നാണ്. ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്താൻ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറയുന്നു. സെക്കൻഡ് കാർഡ് സ്റ്റേ സ്ട്രോങ് എന്നാണ്. ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി. സ്നേഹത്തിന് വേണ്ടി പോരാടുക, എന്നാൽ ശ്രദ്ധാപൂർവം വേണമെന്ന് പറയുന്നു. നല്ലതുപോലെ തിങ്ക് ചെയ്തുകൊണ്ട് വേണമെന്ന് പറയുന്നു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന് വേണ്ടി പോരാടാം, പക്ഷേ നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം, വിവേകത്തോടെ വേണമെന്ന് പറയാണ്. നെക്സ്റ്റ് കാർഡ് എക്സ്പ്രഷൻ എന്നാണ്. ബീയിങ് ഏബിൾ ടു ഷെയർ യുവർ ഫീലിങ്സ് ഓപ്പൺലി. നിങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്. തുറന്നു പറയാൻ കഴിയുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയുക, അല്ലെങ്കിൽ അതിന് കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള സാധ്യതയാണ്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സ് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് ഫ്ലൈയിങ് ഹൈ എന്നാണ്. ഫീലിംഗ് ഇൻഫാക്ച്വേറ്റഡ് ഓർ ഹാവിങ് ആൻ ഇൻറ്റൻസ് അഫെയർ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അഭിനിവേശം തോന്നുന്നു. അതിൻ്റെ തീവ്രതയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് കാർഡ്സ് പറയാണ്. നെക്സ്റ്റ് കാർഡ് ബിയോണ്ട് കമ്പയർ എന്നാണ്. കമ്പയറിങ് ന്യൂ പാർട്ട്നേഴ്സ് ടു പാസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ പേഴ്സണ് പുതിയൊരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാണ്. നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ട് അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് പറയുന്നത് ഇവിടെ നിങ്ങളാണ് ശരിയെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു. അവർ ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ട്രൂ അക്സെപ്റ്റൻസ് എന്നാണ് നെക്സ്റ്റ് കാർഡ്. ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ യുണീക്ക് വ്യൂസ് ആൻഡ് ഗ്രോ ടുഗദർ. അതുല്യമായ കാഴ്ചകളിൽ ശക്തി കണ്ടെത്തിയിട്ട് ഒരുമിച്ച് വളരാനാണ് പറയുന്നത്. ഇവിടെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. തെറ്റുപറ്റാത്തതായിട്ട് ആരും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരുമിച്ച് വളരുക, പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയുള്ളൂ ഈ ബന്ധത്തിൽ എന്താ സംഭവിച്ചതെന്ന്. തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. റീഡിംഗ് കാണുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കാം. ഹാർട്ട് സ്ട്രിങ് എന്നാണ് നെക്സ്റ്റ് കാർഡ്. സ്ട്രൈക്ക് എ കോർഡ് ടുഗദർ വിത്ത് ജെന്റിൽ ഹാർമണി. സൗമ്യതയോടെ ഒരുമിച്ച് പോകാനാണ് പറയുന്നത്. പൊരുത്തത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹാർമണിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുമായിരിക്കാം. ഇവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സ് മുന്നത്തെ കാർഡിൽ പറഞ്ഞിട്ടുണ്ട്, വിവേകത്തോടെ പെരുമാറുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണമെങ്കിൽ, അവരുമായിട്ടുള്ള ജീവിതം വേണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. എങ്ങനെ പെരുമാറണം എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് കാർഡ് കൺട്രോൾ എന്നാണ്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒത്തുചേരല്, അവരുടെ തെറ്റുകൾ അവർ തിരുത്താനായിട്ട് തയ്യാറാകുന്നു. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ്, ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്, എന്നോട് ക്ഷമിക്കുക, നമുക്ക് മുന്നോട്ട് പോകാം എന്നവർ പറയും. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം കൺട്രോൾ ചെയ്യുക, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നാണ്. ഇനി ടാരോ കാർഡ് നോക്കാം. ഇവിടെ 6 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ട്രാൻസിഷൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു.
ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. പാസ്റ്റിലെ ഷേഡോ കാണിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ അവർ പോകുന്നു. ഇവിടെ നിങ്ങളാണ് ശരി എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ജേണിയാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങളിലെ വേദനകൾ എൻഡ് ആകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പെയിൻഫുൾ എൻഡിങ്. നിങ്ങളിലെ ക്രൈസിസ് മാറിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായ ഒരു നിമിഷം മുതൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയെ കാണിച്ചു തരികയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എവിടേക്ക് നോക്കിയാലും നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വിഷമാണ്. എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. പോസിറ്റീവിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു എന്ന് കരുതുക. എങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വരുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. ഹോപ്പിനെയാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഹീലിംഗ് എവറി ഡേ എന്ന് പറയുന്നു. എല്ലാ ദിവസവും നമ്മൾ ഹീലാവണം. എല്ലാ ദിവസവും നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് മാറിപ്പോയി. 2 ഓഫ് സോർട്സിന്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോവാൻ കാരണം അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല. ഡിഫിക്കൽട്ടി ചോയ്സിനെയാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ശരികളെ കണ്ടുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. മറ്റുള്ളവരാൽ കണ്ണ് ബന്ധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. മെമ്മറി ഓർ തോട്ട് എന്ന് പറയുന്നു. നിങ്ങളെ മറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 5 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവരെ മാനസികമായിട്ട് നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡിസപ്പോയിൻമെന്റിനെയാണ് കാണിക്കുന്നത്. ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത്. ഹാർട്ട് ബ്രോക്കണെയാണ് കാണിക്കുന്നത്. അവരുടെ ഓരോ ദിവസവും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളെ ഓർത്തിരുന്നു. ഈ നഷ്ടം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരാൽ ബന്ധിക്കപ്പെട്ടു. അത് ശരിയാണ്. അതുകൊണ്ടാണ് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്നത്. ഇവിടെ ഒറക്കിൾ ഡെക്കിൽ പറയുന്നുണ്ട് ഉത്തരവാദിത്തങ്ങളെല്ലാം അവർ എടുക്കാൻ തയ്യാറാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണ്. ടാരോ കാർഡിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. തീരുമാനം നിങ്ങളുടെയാണ്. ഇവിടെ മജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ്. നിങ്ങളുടെ സ്കില്ലിനെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയൊരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം. നിങ്ങൾ എന്താണ് യൂണിവേഴ്സ് എന്ന് അറിയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരുപാട് എനർജീസ് നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ആവശ്യം ആ കാര്യത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളാണ് പോസിറ്റീവ് എനർജി എന്ന് അവർ തിരിച്ചറിയുന്നു. ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയപ്പോൾ, സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയപ്പോൾ. നിങ്ങളുടെ പേഴ്സണിന് വന്നിട്ടുള്ള മാറ്റത്തെ, നിങ്ങളുടെ ആഗ്രഹത്തെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം തന്നെയാണ് 10 ഓഫ് കപ്സ് കാർഡിലൂടെ ഫ്യൂച്ചർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി, ലവ് എന്നാണ് കാർഡ് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഇതെവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഹാർമണി തന്നെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും മേലേക്ക് തരാനാണ് എന്ന് മാത്രം കരുതുക. ഒരു തടസ്സം വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തരുത്. അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് തരാനാണ്. നിങ്ങളാണ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യേണ്ടത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രപഞ്ചം അനുഗ്രഹിച്ചു തന്നിട്ടുള്ളതാണ്. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയാണ് തീരുമാനം. ഓക്കെ, ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.